അങ്ങെൻ്റെ വീട്ടിൽ വരണം, എൻ വീടിനാനന്ദമുണ്ടാകുവാൻ. കർത്താവേ അങ്ങെൻ്റെ വീട്ടിൽ വരണം, എൻ വീടിനാനന്ദമുണ്ടാകുവാൻ. കർത്താവേ അങ്ങെൻ്റെ വീട്ടിൽ വരണം, എൻ വീടിനാനന്ദമുണ്ടാകുവാൻ. കർത്താവേ അങ്ങെൻ്റെ വീട്ടിൽ വരണം, എൻ കർത്താവേ അങ്ങെൻ്റെ വീട്ടിൽ വരണം, എൻ വീട്ടിൽ ശാന്തിയുണ്ടായിടുവാൻ. കർത്താവേ അങ്ങെൻ്റെ വീട്ടിൽ വരണം, എൻ വീട്ടിൽ സൗഖ്യമുണ്ടായിടുവാൻ. കർത്താവേ അങ്ങെൻ്റെ വീട്ടിൽ വരണം, എൻ വീടിനാനന്ദമുണ്ടാകുവാൻ. കർത്താവേ അങ്ങെൻ്റെ വീട്ടിൽ വരണം, എൻ വീടിനസ്വസ്ഥത മാറിയിടുവാൻ. കർത്താവേ അങ്ങെൻ്റെ വീട്ടിൽ വരണം, എൻ വീടിനൈശ്വര്യമുണ്ടാകുവാൻ. കർത്താവേ അങ്ങെൻ്റെ വീട്ടിൽ വരണം, എൻ വീടിനാനന്ദമുണ്ടാകുവാൻ. സ്നേഹനാഥ ഒരു ബലിയാ, ഇനി നിന്നിൽ ഞാനും ജീവിക്കുന്നേ. സ്നേഹനാഥ ഒരു ബലിയാ, ഇനി നിന്നിൽ ഞാനും ജീവിക്കുന്നേ. എൻ്റെതായതെല്ലാം സമർപ്പിക്കുന്നു, പ്രിയനായി എന്നെ സ്വീകരിക്കൂ. അവകാശിയും അതിനാഥനും നീ മാത്രമേശു മിശിഹായേ. അവകാശിയും അതിനാഥനും നീ മാത്രമേശു മിശിഹായേ. അവകാശിയും അതിനാഥനും നീ മാത്രമേശു മിശിഹായേ. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം. ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം. ആ പൂജിതമാ രക്ഷാനാമം വാഴ്ത്തിപ്പാടാം. ആ പദമലരിൽ താണു വീണ് വന്നിച്ചിടാം. ആത്മനാഥ ഞാൻ നിന്നിൽ ചേരണം. ഒന്ന് ചേർന്ന് പാടാം. മനസ്സിൽ നീ നീണാൽ വാഴേണം. ഹൃദയം തുറന്നു പാടാം. ആത്മനാഥ ഞാൻ നിന്നിൽ ചേരണം. ഇതാ ഈശോ നമ്മിലേക്ക് വരുന്നു.
മനസ്സിൽ നീ നീണാൽ വാഴേണം. ഈശോ ആത്മനാഥ ഞാൻ ദിവ്യനാഥൻ നിന്നിൽ ചേരണം. കരുണാസമ്പന്നൻ മനസ്സിൽ നീ നല്ലവനായ പിതാവ് നീണാൽ വാഴേണം. സ്നേഹനാഥൻ ആത്മനാഥ ഞാൻ ആത്മനാഥൻ നിന്നിൽ ചേരണം. ജീവദാതാവ് എൻ മനസ്സിൽ നീ ഈശോ തമ്പുരാൻ നീണാൽ വാഴേണം. ഇതാ നമ്മോട് കൂടെ. ആത്മനാഥ ഞാൻ നിന്നിൽ ചേരണം. ഹൃദയങ്ങൾ ഉയർത്താം. മനസ്സിൽ നീ അവിടുത്തെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്താം. ഹൃദയങ്ങൾ ഉയർത്താം. ഈശോയെ നോക്കി ഹൃദയങ്ങൾ ഉയർത്തി ആനന്ദത്തോടെ വിളിച്ചു പാടാം. പ്രാർത്ഥിക്കാം, സ്തുതിക്കാം. അവിടുത്തെ സാന്നിധ്യം കൊണ്ട് നിറയാം. യേശുവേ, 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 സ്നേഹമേ, കാരുണ്യമേ, സ്നേഹമേ, കാരുണ്യമേ, ചൈതന്യമേ, ഹൃദയം തുറന്നു പാടി പ്രാർത്ഥിക്കാം. കരങ്ങൾ ഈശോയുടെ പക്കലേക്ക് ഉയർത്തിപ്പിടിച്ചു പാടാം. യേശുവിനെ വിളിക്കാം. മാലാഖമാരുടെ കൂട്ടായ്മയുണ്ട് ഇവിടെ. സകല വിശുദ്ധരുടെയും കൂട്ടായ്മയുണ്ട് ഇവിടെ. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമുണ്ട് ഇവിടെ. സ്വർഗത്തിന്റെ കവാടങ്ങൾ ഇതാ തുറക്കപ്പെട്ടിരിക്കുന്നു. നവവൃന്ദം മാലാഖമാർ അവിടുത്തെ ആരാധിക്കുന്നു. നമുക്കും അവരോടൊപ്പം ചേരാം. അവരോടൊന്ന് ചേർന്ന് സ്തുതിക്കാം, ആരാധിക്കാം, ആരാധിക്കാം. ഹൃദയം നൽകി ആരാധിക്കാം, മനസ്സ് നൽകി, ജീവിതം നൽകി ആരാധിക്കാം. ആരാധന 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. സർവശക്തനേ ആരാധന. ജീവന്റെ നാഥനേ ആരാധന. സർവശക്തനേ ആരാധന. ദിവ്യകാരുണ്യമേ ആരാധന. സുഖമാക്കുന്നവനേ ആരാധന. സമാധാനം നൽകുന്നവനേ ആരാധന. ആരാധന, ആരാധന. ജീവനാഥ ആരാധന. ആരാധന, ആരാധന. അവകാശിയും അതിനാഥനും നീ മാത്രമീശു മിശിഹായേ. അവകാശിയും അതിനാഥനും എൻ്റെ നാഥനെ നീ മാത്രമീശു മിശിഹായേ. എൻ്റെ ജീവനാഥനെ അവകാശിയും അതിനാഥനും നീ മാത്രമീശു മിശിഹായേ. തലകുനിച്ച് ദിവ്യകാരുണ്യനാഥന് വന്ദനം പറയാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, പഴയ നിയമത്തിന്റെ പൂർത്തീകരണമായ മെസ്സിഹ, പ്രതീക്ഷകളുടെ പൂർത്തീകരണമായ മെസ്സിഹ, സ്നേഹത്തിന്റെ അടയാളമായ കർത്താവ്, ജീവന്റെ നാഥനായ ദൈവം, എന്നെയും നിന്നെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്നവൻ, കരുണയുടെ കർത്താവ് ഇതാ
തൻ്റെ കരുണയുടെ സമൃദ്ധിയിൽ നമ്മുടെ മുൻപിൽ ഉപവിഷ്ടനായിരിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം, മഹത്വത്തിൻ്റെ ശോഭയിൽ ഒന്നായിരിക്കുന്ന ത്രിയേക ദൈവം ഇതാ ഈ അൾത്താരയിൽ ദിവ്യകാരുണ്യ അപ്പമായി നമ്മുടെ ഇടയിൽ നമ്മോട് ചേർന്ന് സന്നിഹിതനായിരിക്കുന്നു. ഇതാണ് അവിടുത്തെ സ്നേഹത്തിൻ്റെ ആദ്യ അടയാളം. ഇതാണ് അവിടുത്തെ കാരുണ്യത്തിൻ്റെയും പരിപാലനയുടെയും ആദ്യ അടയാളം. അവിടുത്തെ സാമീപ്യവും സാന്നിധ്യവും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവിടുത്തെ സാന്നിധ്യവും സാമീപ്യവും അതാണ് ദൈവത്തിന് മനുഷ്യനോടുള്ള സ്നേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം. ഇതാ ഇവിടെ അത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ദിവ്യകാരുണ്യനാഥൻ നമ്മോട് ഒപ്പം ചേർന്നിരിക്കുന്നു. അവിടുത്തെ സന്നിധിയിലായിരിക്കാം, അവിടുത്തെ സാന്നിധ്യം അറിയാം, അനുഭവിക്കാം. ഈ ദിവ്യകാരുണ്യ അപ്പത്തിൽ നിന്ന്, ദിവ്യകാരുണ്യനാഥൻ്റെ ശരീരത്തിൽ നിന്ന് പ്രകാശത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ, നന്മയുടെ, സൗഖ്യത്തിൻ്റെ, വിടുതലിൻ്റെ, അഭിഷേകത്തിൻ്റെ ദൈവിക കൃപകളുടെ കിരണങ്ങൾ നാം ഓരോരുത്തരിലേക്കും ഇപ്പോൾ പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നു. അനുഭവിക്കാം. അതുകൊണ്ടാണ് വചനം പറയുന്നത്, അവിടുത്തെ നോക്കിയവരെല്ലാം പ്രകാശിതരായി. അവിടുത്തെ പ്രകാശത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ, നന്മയുടെ കിരണങ്ങൾ നമ്മിലേക്ക് പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സാന്നിധ്യം നമ്മെ പഠിപ്പിക്കുന്ന അനശ്വരമായ ഒരു സത്യമുണ്ട്. നമ്മെ പഠിപ്പിക്കുന്ന വലിയ ഒരു സന്ദേശമുണ്ട്, ഒരു പാഠമുണ്ട്. ആ പാഠത്തെക്കുറിച്ച്, സന്ദേശത്തെക്കുറിച്ച് ഒരു വിചിന്തനം നടത്താം. ദൈവം മനുഷ്യനായി അവതരിച്ചതിൻ്റെ ഓർമ്മ ആഘോഷിക്കുന്ന കാലഘട്ടത്തിലാണ് നാം. സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറന്ന് സ്വർഗത്തിൻ്റെ അധിനാഥനായ ദൈവം ഭൂമിയുടെ കവാടങ്ങൾ തുറന്ന് ഭൂമിയിലേക്ക് പ്രവേശിച്ച്, മനുഷ്യവർഗത്തിൻ്റെ ഇടയിലേക്ക് പ്രവേശിച്ച്, ചരിത്രത്തിൻ്റെ ഭാഗമായതിൻ്റെ അനുസ്മരണം ആചരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന പുണ്യ ദിവസങ്ങളിലൂടെ നാം കടന്നു പോവുകയാണ്. എങ്ങനെയാണ് ഈ ദൈവം തൻ്റെ സ്നേഹം നമ്മോട് പ്രകടിപ്പിച്ചത്? പ്രിയപ്പെട്ടവരെ, അനശ്വര സ്നേഹത്തിൻ്റെ ഒരു പ്രധാന നിയമമുണ്ട്. എന്താണെന്നറിയാമോ? സാമീപ്യവും സാന്നിധ്യവും. 73 ഗ്രന്ഥങ്ങളുള്ള വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ, വിശുദ്ധ ശാസ്ത്രം മുഴുവൻ, നമ്മുടെ സഭയുടെ ആചാര്യന്മാരും ആചാര്യന്മാരുടെ പഠനങ്ങളും മുഴുവൻ, മരുഭൂമി പിതാക്കന്മാരുടെയും സന്യാസിനികളുടെയും കാലഘട്ടം മുതൽ ഇന്ന് വരെയുള്ള ആധ്യാത്മിക പിതാക്കന്മാരുടെ ജീവിതവും ചരിത്രവും പഠനങ്ങളും മുഴുവൻ, സഭയുടെ പ്രബോധനങ്ങൾ മുഴുവൻ, വിശുദ്ധ വചനത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ മുഴുവൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സാന്നിധ്യവും, ദൈവത്തിൻ്റെ സാന്നിധ്യവും സാമീപ്യവുമാണ് ദൈവം മനുഷ്യനായതിൻ്റെ ഏറ്റവും വലിയ അടയാളം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മനുഷ്യനായി. എങ്ങനെ? ഉൽപ്പത്തിയുടെ പുസ്തകം 1:1, ജലപ്പരപ്പിന് മുകളിൽ അവിടുത്തെ ചൈതന്യം ചലിച്ചുകൊണ്ടിരുന്നു. മൂവിങ് ഓവർ ദ വാട്ടേഴ്സ്. ദൈവത്തിൻ്റെ ചൈതന്യം ചലിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ സ്വയം നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന സ്നേഹത്തിൻ്റെ തുടിപ്പുകൾ, സ്നേഹത്തിൻ്റെ ചൂട്. ആ ചൂടേറ്റാൽ മുട്ട വിരിയും, പുതിയ ജീവനുകൾ നാം എടുക്കും. ആ അമ്മയുടെ അപ്പൻ്റെ ചൂടേറ്റാൽ മുട്ട വിരിയും, പുതിയ ജീവന്റെ തുടിപ്പുകൾ, നാമ്പുകൾ എടുക്കും. വിശുദ്ധ ഗ്രന്ഥത്തിലും അത് തന്നെ സംഭവിച്ചു. ജലപ്പരപ്പിന് മുകളിൽ ദൈവത്തിൻ്റെ ചൈതന്യം ചലിച്ചുകൊണ്ടിരുന്നു. തുടർന്നങ്ങോട്ട് മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വരുന്നത് പോലെ സൃഷ്ടിയുടെ കർമ്മങ്ങൾ ആരംഭിക്കുകയായി. 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം, 4-ാം ദിവസം, 5-ാം ദിവസം, 6-ാം ദിവസം,
ഓരോ ദിവസങ്ങളിലൂടെ പുതിയ പുതിയ സൃഷ്ടി, വിശ്വപ്രപഞ്ചത്തിന്റെ സൃഷ്ടികർമ്മം പൂർത്തിയായിക്കൊണ്ടേയിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉൽപ്പത്തി 2:7 മണ്ണിൽ നിന്ന് ഒരു രൂപമുണ്ടാക്കി അവന്റെ നാസാരന്ധ്രങ്ങളിലേക്ക് തൻ്റെ പ്രാണവായുവിനെ ദൈവം നിക്ഷേപിച്ചു. തൻ്റെ പ്രാണവായുവിനെ റൂഹ, ദൈവത്തിൻ്റെ ചൈതന്യം നിക്ഷേപിച്ചു. അതാണ് ദൈവം മനുഷ്യനെ സ്നേഹിച്ചതിൻ്റെ ആദ്യ അടയാളം. തൻ്റെ തന്നെ ജീവൻ പകുത്തു നൽകി, ചൂട് നൽകി, ഉയിര് നൽകി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടം കൊണ്ടും ഒതുങ്ങിയില്ല. പഴയ നിയമം മുഴുവൻ നമ്മൾ കാണുകയാണ് ദൈവത്തിൻ്റെ ചൈതന്യം അത്ഭുതങ്ങളായി, അടയാളങ്ങളായി, പ്രവാചകന്മാരുടെ അഭിഷേകമായി, രാജാക്കന്മാരുടെ ശക്തിയായി, അത്ഭുതങ്ങളുടെയും അടയാളങ്ങളിലൂടെയും ദൈവജനത്തെ നയിച്ചുകൊണ്ട് തൻ്റെ സാന്നിധ്യം നൽകി. പക്ഷെ അതുകൊണ്ട് തീർന്നില്ല. ചരിത്രം വലിയൊരു മാറ്റത്തിന് വിധേയമായി. BCE 6-ാം വർഷം ഈ ആത്മീയ സാന്നിധ്യമായിരുന്ന ദൈവം മനുഷ്യനായി മാറി. ദൈവം ഇതാ ചരിത്രത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈശോ ജനിച്ചു. ദൈവസ്നേഹം ആത്മീയ സാന്നിധ്യത്തിലായിരുന്നു, ഇതാ മനുഷ്യന്റെ സാന്നിധ്യത്തിലായി. തുടർന്നുള്ള കുറെ വർഷങ്ങൾ തൻ്റെ ജീവിതത്തിലൂടെ, പഠനങ്ങളിലൂടെ, ഉപദേശങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ, അത്ഭുതങ്ങളിലൂടെ അവിടുന്ന് ദൈവരാജ്യത്തിൻ്റെ സന്ദേശം പ്രഘോഷിച്ചു. ഈശോയുടെ ശാരീരിക സാന്നിധ്യവും അനുഗ്രഹമായി തീർന്നു. അതും അവസാനിച്ചു. എന്ന് AD 29-ാം വർഷം ഈശോയുടെ ശാരീരിക സാന്നിധ്യവും അവസാനിച്ചു. കാരണം ഈശോ മരിച്ചു, ഈശോ കൊല്ലപ്പെട്ടു. പക്ഷേ അവിടം കൊണ്ടും അവസാനിക്കുന്നില്ല. ദൈവത്തിൻ്റെ കാരുണ്യവും ദൈവത്തിൻ്റെ സാന്നിധ്യവും പരിവർത്തിതനായി മാറി. ഉത്ഥാനത്തിലൂടെ ഈശോയുടെ ജീവൻ പരിവർത്തിത ജീവനായി മാറി. ട്രാൻസ്ഫോംഡ് പ്രസൻസ് ഓഫ് ഗാഡ്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 22-ാം വചനം. ഈശോ ശിഷ്യന്മാരുടെ മേൽ നിശ്വസിക്കാൻ അവർ ഒരുമിച്ച് കൂടിയിരുന്ന ഭവനത്തിനുള്ളിലേക്ക് കടന്നു വരികയാണ്. വാതിലുകൾ അടച്ചിട്ടിരിക്കും, എല്ലാം മൂടിക്കെട്ടിവെച്ചിരിക്കുന്നു. ഭയം നിമിത്തം, യഹൂദരോടുള്ള ഭയം നിമിത്തം വാതിലടച്ച് സുരക്ഷിതരാക്കിയ, തങ്ങളെ തന്നെ സുരക്ഷിതരാക്കിയ ശിഷ്യന്മാരുടെ മധ്യത്തിലേക്ക് ഈശോ ഇതാ കടന്നിറങ്ങുന്നു. ഷ്ലാമ അമുക്കോൻ, പീസ് ബി വിത്ത് യു, സമാധാനം നിങ്ങളോടുകൂടെ. എങ്ങനെ കർത്താവ് അകത്തു വന്നു? പരിവർത്തിത സാന്നിധ്യത്തിൻ്റെ സവിശേഷത. യോഹന്നാൻ 20:14 കല്ലറയെങ്കിൽ കരഞ്ഞുകൊണ്ടിരുന്ന സ്ത്രീ മറിയം ഏതോ ഒരുവൻ അരികിൽ നിൽക്കുന്നത് കണ്ട് അവനോട് പറഞ്ഞു, എവിടെ കൊണ്ടുപോയി എൻ്റെ കർത്താവിനെ? എവിടെ കൊണ്ടുപോയി എൻ്റെ കർത്താവിനെ? പറഞ്ഞാൽ മതി, ഞാൻ എടുത്തുകൊള്ളാം. അവൻ വിളിച്ചു, മേരി, മറിയാം. തിരിച്ചറിഞ്ഞു അപ്പോൾ അവൾ സ്വരം, വാണി, ധ്വനി. അത് കേട്ടവൾ തിരിച്ചറിഞ്ഞു, റബ്ബുനി, എൻ്റെ ഗുരുവേ. എന്തുകൊണ്ട് അവൾക്ക് ആദ്യം കർത്താവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല? കർത്താവിൻ്റെ ശരീരം പരിവർത്തിതമായി. പരിവർത്തിത സാന്നിധ്യം അവിടെയും അവസാനിച്ചില്ല. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 20:22-ാം വചനം. ശിഷ്യന്മാരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് ഈശോ അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. പിന്നെ ഈശോയെ കാണുന്നില്ല. പിന്നെ ഈശോ എവിടെയാ? ഈ ആത്മാവിനെ സ്വീകരിച്ചവരെല്ലാം ഈശോമാരായി മാറി. കാലങ്ങൾക്കും കാതങ്ങൾക്കും ശേഷം ഇന്ന് ദൈവനാമത്തിൽ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മാമോദിസ സ്വീകരിച്ച് ഈശോയെ ജീവന്റെ നാഥനും രക്ഷകനുമായി സ്വീകരിച്ച ഓരോരുത്തരും ഇന്നും ക്രിസ്തുവിൻ്റെ സാന്നിധ്യമായി മാറുകയാണ്. നമ്മുടെ കുടുംബങ്ങൾ ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെയും അവസാനിക്കുന്നില്ല. കൗദാശിക സാന്നിധ്യത്തിലേക്ക് മാറുകയാണ്. തിരുസഭയാകുന്ന മൗതിക ശരീരത്തിൽ വീണ്ടും കൗദാശിക സാന്നിധ്യത്തിലേക്ക് കർത്താവ് മാറുകയാണ്. ആത്മീയ സാന്നിധ്യമായ ക്രിസ്തു, ശാരീരിക സാന്നിധ്യമായ ക്രിസ്തു, പരിവർത്തിത സാന്നിധ്യമായ ക്രിസ്തു, മൗതിക ശരീരമായ ക്രിസ്തു ഇതാ കൗദാശിക സാന്നിധ്യത്തിലേക്ക് മാറുകയാണ്. കൂദാശകളിലൂടെ കർത്താവ് നമ്മോട് കൂടെ. ഒരു നിമിഷം കണ്ണുകൾ ഉയർത്തി, ഹൃദയങ്ങൾ ഉയർത്തി ദിവ്യ സക്രാരിയിലേക്കൊന്ന് നോക്കുക, ദിവ്യകാരുണ്യനാഥനിലേക്കൊന്ന് നോക്കുക. ഇത് കർത്താവിൻ്റെ കൗദാശിക സാന്നിധ്യമാണ്.
കാലങ്ങൾക്ക് കാതങ്ങൾക്ക് മുൻപ് ഒരുവൻ നിനക്ക് വേണ്ടി ബലിയായവൻ ഇതാ ഇവിടെ ഈ അൾത്താരയിൽ വീണ്ടും അവതരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ സാന്നിധ്യം, ഈ സാമീപ്യം അറിയുകയും അനുഭവിക്കുകയും ചെയ്യുമ്പോഴാണ് എൻ്റെയും നിന്റെയും നമ്മുടെ ഓരോരുത്തരുടെയും ലോകമെങ്ങുമുള്ള ഓരോ കുടുംബങ്ങളും ദൈവാലയമായി മാറുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. സഭ പഠിപ്പിക്കുന്നത് സഭയുടെ അടിസ്ഥാന ഘടകമാണ് കുടുംബം എന്നാണ്. സഭ പഠിപ്പിക്കുന്നത് കുടുംബം ദൈവാലയമാണെന്നാണ്. ആ കുടുംബം, എൻ്റെ കുടുംബം, നിന്റെ വീട്, നിന്റെ കുടുംബം ദൈവാലയമാകണമെങ്കിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യം ഉണ്ടാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം എന്നെയും നിന്നെയും സ്നേഹിച്ചു എന്നുള്ളതിന്റെ അടയാളമാണ് ഈ ദിവ്യ കാരുണ്യം. വരൂ, നമുക്ക് അനുഭവിക്കാം. വരുവിൻ, നമുക്ക് കർത്താവിനെ കേൾക്കാം. വരുവിൻ, നമുക്ക് കർത്താവിനെ കാണാം. വരുവിൻ, നമുക്ക് കർത്താവിനെ സ്പർശിക്കാം. വരുവിൻ, നമുക്ക് കർത്താവിനെ ആരാധിക്കാം. വരുവിൻ, നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. അവൻ്റെ അനുഗ്രഹങ്ങൾക്കായി ഹൃദയം തുറക്കാം. അവൻ്റെ വചനത്തിനായി കാത് തുറക്കാം. അവൻ്റെ അനുഭവത്തിനായി ജീവിതം തുറക്കാം. അവനെ കാണുന്നതിനായി, പ്രകാശത്തിനായി ഹൃദയവും കണ്ണുകളും തുറക്കാം. നമ്മുടെ ശരീരങ്ങൾ, മനസ്സ്, ആത്മാവ്, ബുദ്ധി, വിചാര വികാര മേഖലകൾ മുഴുവനും പ്രകാശിതമാവട്ടെ. നമ്മുടെ കുടുംബം വിശുദ്ധമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 വലത് കരങ്ങൾ ഉയർത്തി പറയാം, ഹല്ലേലൂയ. ഹല്ലേലൂയ. ദിവ്യ സാന്നിധ്യമായ കർത്താവേ, അവിടുത്തെ കാരുണ്യം ഞങ്ങളിൽ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിറയട്ടെ. നിന്റെ പ്രകാശം ഞങ്ങളിൽ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിറയട്ടെ. നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ വിശുദ്ധരാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരു കരങ്ങളും കർത്താവിന്റെ പക്കലേക്ക് ഉയർത്തി ഒരു നിമിഷം നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സർവശക്തനായ ദൈവമേ, വിടുതൽ നൽകുന്ന ദൈവമേ, സാന്നിധ്യം നൽകുന്ന ദൈവമേ, സ്നേഹിക്കുന്ന ദൈവമേ, ആരാധന, ആരാധന, ആരാധന. സകല മാലാഖമാരോട് ചേർന്ന് സ്തുതിക്കുന്നു. ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന. ത്രിത്വൈക ദൈവമേ ആരാധന, ത്രിത്വൈക ദൈവമേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണുനീർ താഴ്വരയിൽ സാന്നിധ്യം മതി എനിക്ക്, വേദനയിൻ ചൂളയതിൽ സാന്നിധ്യം മതി എനിക്ക്. ഹൃദയം തുറന്നു പാടാം. കണ്ണുനീർ താഴ്വരയിൽ സാന്നിധ്യം മതി എനിക്ക്, ഈശോയെ നോക്കിക്കൊണ്ട് വേദനയിൻ ചൂളയതിൽ ഹൃദയത്തിൽ സാന്നിധ്യം മതി എനിക്ക്. ഏറ്റു ചൊല്ലി പറയാം. ആരോരുമില്ലാതെ അലയുന്ന വേളയിലും നിൻ സാന്നിധ്യം മതി എനിക്ക്. ആരോരുമില്ലാതെ അലയുന്ന വേളയിലും നിൻ സാന്നിധ്യം മതി എനിക്ക്. നിൻ സാന്നിധ്യം ഇല്ലെങ്കിൽ ഞാനൊന്നുമില്ലായേ. നീ കൂടെ പോരുന്നില്ലേ എനിക്കാരുമില്ലായേ. നിൻ സാന്നിധ്യം ഇല്ലെങ്കിൽ ഞാനൊന്നുമില്ലായേ. നീ കൂടെ പോരുന്നില്ലേ എനിക്കാരുമില്ലായേ. നിൻ സാന്നിധ്യം മതി എനിക്ക്, നിൻ സാന്നിധ്യം മതി എനിക്ക്, നിൻ സാന്നിധ്യം മതി എനിക്ക്. നിൻ സാന്നിധ്യം മതി എനിക്ക്. ഹൃദയം കൊണ്ട് ഏറ്റു പറയുക. മതി എനിക്ക് കർത്താവേ, സാന്നിധ്യം, നിന്റെ സാന്നിധ്യം മതി ഞാനും എൻ്റെ കുടുംബവും രക്ഷപ്പെടാൻ. സാന്നിധ്യം എൻ്റെ ജീവിത പങ്കാളിക്ക്, എൻ്റെ മക്കൾക്ക്, എൻ്റെ മാതാപിതാക്കൾക്ക്, എൻ്റെ സഹോദരങ്ങൾക്ക് നിന്റെ സാന്നിധ്യം നൽകണമേ. കൂടെ വസിക്കണമേ. കൂടെ വസിക്കുന്ന നിന്നെ തിരിച്ചറിയാൻ ഹൃദയം തുറക്കണമേ. എന്റെ ജീവിതാവസ്ഥകളിൽ ഈശോയെ നിന്റെ സാന്നിധ്യം മതി എനിക്ക്. എന്റെ അലച്ചിലുകളിൽ, എന്റെ കഷ്ടപ്പാടുകളിൽ, എന്റെ വേദനകളിൽ, തകർച്ചകളിൽ നിന്റെ സാന്നിധ്യം മതി കർത്താവേ. സാന്നിധ്യം മതി എനിക്ക്, നിൻ സാന്നിധ്യം മതി എനിക്ക് എന്നേശുവേ. എന്റെ കണ്ണുകളിൽ കണ്ണീർ നിറഞ്ഞു തൂവുമ്പോൾ നിന്റെ കരങ്ങൾ എന്നെ സ്പർശിക്കട്ടെ. വീഴുമ്പോൾ എന്നെ താങ്ങുവാൻ
നിന്റെ കൈകൾ എൻ്റെ കൂടെ ഉണ്ടാവട്ടെ. എൻ്റെ മക്കളെയും കുടുംബാംഗങ്ങളെയും നിന്റെ സാന്നിധ്യത്തിന് ഞാനിതാ സമർപ്പിക്കുന്നു. എൻ്റെ കുടുംബത്തിന്റെ ആവശ്യങ്ങളും എൻ്റെ കുടുംബം മുഴുവനും അങ്ങേക്കായി അങ്ങയുടെ സാന്നിധ്യത്തിൽ ഇതാ സമർപ്പിക്കുന്നു. നിൻ സാന്നിധ്യം മതി എനിക്ക്, നിൻ സാന്നിധ്യം മതി എനിക്ക്. നിന്റെ സാന്നിധ്യത്തിൽ എൻ്റെ തലമുറ വിശുദ്ധീകരിക്കപ്പെടട്ടെ. സകല ബന്ധനങ്ങളും നിന്റെ സാന്നിധ്യത്തിൽ അഴിയട്ടെ. സാന്നിധ്യം മതി എനിക്ക്, നിൻ സാന്നിധ്യം. എൻ്റെ കുടുംബത്തിൽ ആരുടെയെങ്കിലും മനസ്സ് ഹൃദയം അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ സാന്നിധ്യത്തിൽ അത് തുറക്കട്ടെ. വചനത്തിനു വേണ്ടി ഹൃദയം തുറക്കട്ടെ. സ്നേഹത്തിനു വേണ്ടി, സ്നേഹം അനുഭവിക്കാനും പങ്കുവയ്ക്കാനും ഹൃദയം തുറക്കട്ടെ. തീരാ മാറാ വ്യാധികളിൽ പെട്ടലയുമ്പോഴും നെഞ്ചുപൊട്ടി വിലപിക്കുമ്പോഴും കർത്താവേ, നിന്റെ സാന്നിധ്യം മതി എനിക്ക്. എന്നേശുവേ, സാന്നിധ്യം മതി എനിക്ക് എന്നേശുവേ. നിൻ സാന്നിധ്യം മതി എനിക്ക് എന്നേശുവേ. ഹല്ലേലൂയ. എന്നേശുവേ, നിൻ സാന്നിധ്യം മതി എനിക്ക്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുകയാണ് നമ്മൾ. തലകുനിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. അതിനു മുമ്പ് അവിടുത്തെ അഭിഷേകത്തിന്റെ വചനം പങ്കുവയ്ക്കാം. ജെറമിയായുടെ ഗ്രന്ഥം 20-ാം അധ്യായം 11-ാം വചനം. ഇന്ന് കുടുംബത്തിലെല്ലാവരും ഉരുവിട്ട് അഭിഷേകം നേടി വിശുദ്ധീകരിക്കപ്പെടേണ്ട വചനമാണ്. വീരയോദ്ധാവിനെ പോലെ കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്, അതിനാൽ എൻ്റെ പീഡകർക്ക് കാലിടറും, അവർ എൻ്റെ മേൽ വിജയം വരിക്കുകയില്ല. വീരയോദ്ധാവിനെ പോലെ കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്, അതിനാൽ എൻ്റെ പീഡകർക്ക് കാലിടറും, അവർ എൻ്റെ മേൽ വിജയം വരിക്കുകയില്ല. ജെറമിയ 20:11. ഈ വചനം ഇന്നേ ദിവസം പലവരും ഉരുവിട്ട് പഠിച്ച് വചനത്തിന്റെ അഭിഷേകം കൊണ്ട് നിറയാം. ഇതാ കർത്താവ് നമ്മെ ആശീർവദിക്കുന്നു. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആത്മനാഥ ഞാൻ നിന്നിൽ ചേരേണം, എൻ മനസ്സിൽ നീ നീടാൽ വാഴേണം. ആത്മനാഥ ഞാൻ നിന്നിൽ ചേരേണം, എൻ മനസ്സിൽ നീ നീടാൽ വാഴേണം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന.